കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ അപ്പം ഇവിടെ ഫെസ്റ്റിവലിൽ വന്നാണ് കണ്ടോ. അങ്ങനെ മഴയൊക്കെ വന്ന് അവരൊക്കെ പാവങ്ങൾ ഇട്ടിട്ട് ഓടിപ്പോയി കണ്ടോ. അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഊഞ്ഞാലൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു, അതൊക്കെ കുറച്ചൊക്കെ പൊളിച്ചെടുത്തിട്ട് പോയി കണ്ടോ. ഈ ഭാഗം മൊത്തം പാമ്പാണ്. ഞങ്ങൾ വന്നപ്പോഴൊക്കെ ഇതിങ്ങനെ പച്ചയായിട്ട് കിടക്കുകയാണ്. ഇതിനുള്ളിൽ മൊത്തം പാമ്പായിരുന്നു കണ്ടോ. ഇന്ന് എന്ത് ചെയ്തു, മറ്റേ അരുണ് മരിച്ചു പറഞ്ഞ എൻ്റെ മകൻ, അപ്പോൾ അവൻ്റെ ഭാര്യയാണ് ഇതായിരിക്കുന്നത് പാവം. പിന്നെ അത് മകള് ഇപ്പോൾ വന്നു, വയറുവേനയായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവളെ ഇടയ്ക്കിടയ്ക്ക് വയറ്റ് വേന വരെ, അവൾക്ക് വിശേഷമാണ്. ഇപ്പം 4 കഴിയണം, 5 സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക, ഡ്രൈ ക്ലീനിങ് കണ്ട, ഡ്രൈ ക്ലീനിങ്, അപ്പുറത്ത് വർക്ക്ഷോപ്പ്. ഇത് ഹൈവേ ആണേ കണ്ട. അതാണ്ട ഡയാന കള്ള് കുടിക്കാനുള്ളത്. പിന്നെ അത് ഹൈവേ മൊത്തം ഇന്ന് കാണുന്നുണ്ട്. പിന്നെ എന്തുട്ടാണ് ഇവിടെ പണ്ട് അവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു. ആ മരം നിൽക്കണുണ്ട്, ആ മരം നിൽക്കണ അവിടെ ഒരു കുളമാണത്. എന്ത് എരേച്ചം കുളം എന്ന് അങ്ങനെ എന്താണ്ട് പറയും. അത് മേടിച്ചൊരു വലിയൊരു മുതലാളിയാണ്. നമ്മൾ ഇവിടെ കട കൊണ്ടിട്ടപ്പോൾ അവരിവിടെ കടയിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഹൈവേയുടെ അടുത്താണ് ഇട്ടിരിക്കുന്നത്. അതായത് റോഡിൽ നിന്ന് 10 അടി ബാക്കിലേക്കുണ്ട്. അപ്പോൾ ഹൈവേക്കാർ വന്നപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ 10 അടി ഇങ്ങനെ ഉണ്ട്, അത് അവരുടെ സ്ഥലമല്ല എന്നിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ ധൈര്യത്തിൽ അങ്ങനെ കട അവിടെ തന്നെ ഇട്ടു. ഈ പണക്കാരെന്ന് പറയുന്ന ജന്തുക്കൾ എന്താ പറയുക, പണക്കാരെന്ന് പറയുന്ന എല്ലാ പണക്കാരും അല്ല കേട്ടോ. എന്താ പറയുക, അതായത് ഉണ്ടുമടുത്തവൻ്റെ നിന്ന് ഉരുളയും കണ്ടുമടുത്തവൻ്റെ നിന്ന് കാശും മേടിക്കണമെന്ന് അച്ഛനും അമ്മയും പറയാറുണ്ട്. മനസ്സിലായില്ല, അങ്ങനെയുള്ളവരായിരിക്കണം. ഈ ഇടയിൽ പിച്ചക്കാർ പോയിട്ട് പണക്കാരാകില്ലേ, അവർക്കും മനസ്സാക്ഷിയുണ്ട് കേട്ടോ. വേറെ ഒരു തരം പണക്കാരുണ്ട്, അവരാണ് ഈ പാവങ്ങളിനെ വളർത്താൻ സമ്മതിക്കില്ല. എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവരോടെ പണിക്ക് ആര് പോവും, അത് കാരണം. മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ കട അങ്ങനെ ഇട്ടിരിക്കുന്നു. നിങ്ങളൊന്നും ആരും എന്താ സബ്സ്ക്രൈബ് ചെയ്താത്തത്, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തത്? എൻ്റെ വാച്ച് ടൈം കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കുകയാണ്. 1000 ആയിട്ടുണ്ടായിരുന്നു വാച്ച് ടൈം. മകൻ എൻ്റെ കുട്ടി മരിച്ചപ്പോൾ പിന്നെ അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ അതങ്ങനെ ഇപ്പോൾ കുറഞ്ഞ് വീണ്ടും വരികയാണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞു പറഞ്ഞാൽ ഇരിക്കാൻ വീടില്ല, വീണ്ടും സങ്കടങ്ങൾ പറയണം. ഇരിക്കാൻ വീടില്ല, ഒന്നുമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഇതൊന്ന് കിട്ടി പറഞ്ഞാൽ ജീവിക്കാമെന്നുള്ളതാണ്. എനിക്കും പ്രായങ്ങളൊക്കെ ആയിട്ട് വരികയല്ലേ. ഇപ്പോൾ എന്താ പറയുക, 52 വയസ്സായി. അപ്പം നമ്മൾക്കും ആരുമില്ല എന്നെ സഹായിക്കാൻ. എന്താ പറയുക, ചെറു മനുഷ്യനില്ല, ദൈവം പോലും നമ്മളെ കൈവിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട് തരാം, തറവാട് തരാം എന്ന് എല്ലാവരും പറഞ്ഞ് നമ്മളെ ആശിപ്പിച്ച് 10-16 വർഷം നമ്മൾ ഗൾഫിലിരുന്ന് കൊണ്ടുവന്നത് മൊത്തം. ഇനിയിപ്പോൾ അത് പറയുന്നില്ല, എന്നാലും നമുക്ക് സങ്കടം വരും. ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എത്ര നാൾ നമുക്കത് വാടക കൊടുക്കാൻ ആവതുണ്ടാവും എന്നുള്ളത് അറിയില്ലല്ലോ. ഇതിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ വാടകയും കൊടുത്ത് അങ്ങനെ നമുക്ക് ജീവിക്കാം. പിന്നെ എൻ്റെ മക്കളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ആരുമില്ല സഹായിക്കാനായിട്ട്. ഞാൻ കൊടുത്താലേ ഉള്ളൂ എൻ്റെ മക്കൾക്കും, വേറെ ആരുമില്ല അവർക്ക് സഹായിക്കാൻ. ഇപ്പോൾ കെട്ടിക്കൊണ്ടുപോയ ആൾക്കാരും അത്ര ഒന്നുമില്ലാത്ത പിള്ളേരാണ്. അന്നന്നാ സമ്പാദിച്ച് അന്നന്നാ ജീവിക്കുക എന്നുള്ള പിള്ളേരാണ്. പിന്നെ എൻ്റെ മകൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, എന്താണ് ഡബിൾ മാർക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവന് പണിയില്ലാത്ത കാരണം അതുപോലും ചെയ്യാൻ പറ്റാണ്ട് പാവം എൻ്റെ മകൾ ഇരിക്കുകയാണ്. ഇത്രയ്ക്ക് പാവങ്ങളാണ് ഞങ്ങൾ, മനസ്സിലായ. ഉടുക്കാൻ തുണിന്നൊക്കെ നമ്മൾ വിധവും തരവും ഇടുന്നതൊക്കെ നമുക്ക് ഓരോരോ ആൾക്കാർ തരുന്നതിൽ നിന്ന് നല്ലത് നമ്മൾ പൊറുക്കിയെടുത്തിട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പം അത്രയ്ക്ക് നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. നിങ്ങളൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഫാമിലി ഇല്ല, ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പം നമ്മളൊരാൾ ചെയ്തിട്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനെ കാണുന്ന ആൾക്കാർ നമ്മൾക്ക് സഹകരിച്ചാലേ നമുക്ക് ഈ വാച്ച് ടൈം 4000 വാച്ച് ടൈമല്ലേ, അത് നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എല്ലാം ചെയ്തിട്ട് എന്നെ ഇതിൽ നിന്നൊന്ന് കരകയറ്റണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഓക്കെ.